പാകിസ്ഥാൻ ഉടനെ തന്നെ മറ്റൊരു രാജ്യത്തിന് കീഴടങ്ങേണ്ടി വരും. ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ അത്തരത്തിലൊരു സാഹചര്യത്തിലേക്കാണ് കടക്കുന്നത്. ഷഹബാസ് ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള പാകിസ്ഥാൻ സർക്കാർ അഫ്ഗാനിസ്ഥാൻ തീവ്രവാദ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ ഇത്ര ദയനീയമായി പരാജയപ്പെടുന്നുവെന്ന് ആരും കരുതിയതല്ല. വർദ്ധിച്ചു വരുന്ന ഭീകരവാദ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ പാകിസ്ഥാൻ സർക്കാരിനെ വിമർശിച്ചിരിക്കുകയാണ് പാക് മത നേതാവ്. ജാമിയത്ത് ഉലാമ ഇ ഇസ്ലാം മേധാവി മൗലാന ഫസ്ലുർ റഹ്മാനാണ് പാക് സർക്കാരിനെയും സൈന്യത്തെയും വിമർശിച്ച് രംഗത്തെത്തിയത്. അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഒരു മാതള നാരങ്ങയ്ക്കോ വത്തയ്ക്കോ പോലും പാകിസ്ഥാനിലേക്ക് കടക്കാൻ സാധിക്കില്ലെന്നും എന്നാൽ തീവ്രവാദികൾ നേരിട്ട് രാജ്യത്തേക്ക് കടക്കുകയാണെന്നും റഹ്മാൻ പറഞ്ഞു. റാവൽപിണ്ടിയിൽ ഒരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പാക് മത നേതാവ്. വ്യത്യസ്തരായ ആളുകൾ അഫ്ഗാനിസ്ഥാനിൽ ഭരണത്തിൽ വന്നു. കമ്മ്യൂണിസ്റ്റ് സർക്കാർ വന്നു, ഇസ്ലാമിക് നേതൃത്വത്തിലുള്ള ഭരണം വന്നു, താലിബാന്റെ ഭരണകൂടം വന്നു. അതുപോലെ തന്നെ പാകിസ്ഥാന് അനുകൂലികളായവരും അധികാരത്തിലെത്തി. കഴിഞ്ഞ 78 വർഷമായി പാകിസ്ഥാന്റെ അഫ്ഗാൻ നയം എന്തുകൊണ്ടാണ് പരാജയപ്പെടുന്നത്? അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഭീകരവാദികൾ പാകിസ്ഥാനിലേക്ക് വരുന്നുവെന്ന് അധികൃതർ പറയുന്നുണ്ട്. അവർ വരുന്നുണ്ടെങ്കിൽ അവരെ തടയുക, ഇല്ലാതാക്കുക. അഫ്ഗാൻ സർക്കാർ നിങ്ങളുടെ നീക്കങ്ങളെ ഒരിക്കലും എതിർത്തിട്ടില്ല. പാകിസ്ഥാന്റെ വിശാലമായ വിദേശ നയം സമ്പൂർണ്ണ പരാജയമായി. ഈ നയതന്ത്രം രാജ്യത്തിന് വിനാശകരമാണെന്ന് തെളിഞ്ഞു. നമ്മൾ ഇന്ത്യയുമായി യുദ്ധം ചെയ്യുന്നു, അഫ്ഗാനിസ്ഥാനുമായി ഞങ്ങൾക്ക് പിരിമുറുക്കമുണ്ട്, ചൈന അസ്വസ്ഥരാണ്, ഇറാനും അങ്ങനെ തന്നെയെന്നും കൂട്ടിച്ചേർത്തു. ഇസ്ലാമാബാദിന്റെ വിദേശ സാമ്പത്തിക നയങ്ങളെയും റഹ്മാൻ വിമർശിക്കുകയും അവയെ പൂർണ്ണ പരാജയങ്ങളെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യ നമ്മുടെ ശത്രുവാണ്, അഫ്ഗാനിസ്ഥാനാണ് നമ്മുടെ ശത്രു, ഇറാനും ചൈനയും പോലും നമ്മളോട് അസ്വസ്ഥരാണെന്നും JUIF നേതാവ് പറഞ്ഞു. പാകിസ്ഥാനിലെ ജനങ്ങൾ ഉത്തരം അർഹിക്കുന്നുവെന്നും ഒറ്റപ്പെടൽ, അവിശ്വാസം, അരക്ഷിതാവസ്ഥ എന്നിവ മാത്രം സൃഷ്ടിക്കുന്ന നയങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ഒരു രാഷ്ട്രത്തിന് അതിജീവിക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു. രാജ്യത്തിന്റെ വിദേശ നയം രൂപപ്പെടുത്തുന്നത് സിവിലിയൻ സർക്കാരല്ല, മറിച്ച് സൈനിക സംവിധാനത്തിലൂടെയാണെന്നും റഹ്മാൻ വാദിച്ചു. ഒരു ജനറൽ വന്ന് നമ്മൾ ചർച്ച നടത്തുമെന്ന് പറയുന്നു, മറ്റൊരാൾ വന്ന് നമ്മൾ യുദ്ധം ചെയ്യുമെന്ന് പറയുന്നു. പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുടെ സർക്കാർ നടത്തിപ്പിനെയും അദ്ദേഹം വിമർശിച്ചു. ചൈനയുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടതിനാൽ പദ്ധതി സ്തംഭിച്ചു. ചൈന നമ്മളെ ഇനി വിശ്വസിക്കാത്തതിനാൽ ഈ ഭരണകാലത്ത് CPECക്ക് യഥാർത്ഥ പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല. മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ കാലത്ത് CPEC പദ്ധതി സ്തംഭിച്ചപ്പോൾ ചൈനയ്ക്കും ഇസ്ലാമാബാദിനും പരാതികൾ ഉണ്ടായിരുന്നതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എന്നിരുന്നാലും നിലവിലെ സർക്കാരും വ്യത്യസ്തമായിരുന്നോ അന്ന് അദ്ദേഹം ചോദിച്ചു. ഇന്ന് ഞാൻ ചോദിക്കുന്നു, ഈ സർക്കാരിന് കീഴിൽ ഒരു ഇഷ്ടികയെങ്കിലും മുന്നോട്ട് നീങ്ങിയിട്ടുണ്ടോ? ഇന്ന് ചൈനയ്ക്ക് പാകിസ്ഥാനോട് അതൃപ്തിയുണ്ട്. ഇസ്ലാമാബാദിലെ ഒരു പള്ളിയിൽ നടന്ന ആക്രമണത്തെക്കുറിച്ചുള്ള പാകിസ്ഥാന്റെ ആരോപണങ്ങൾ അഫ്ഗാനിസ്ഥാന്റെ ദേശീയ പ്രതിരോധ മന്ത്രാലയം തള്ളിക്കളഞ്ഞു. അവ നിരുത്തരവാദപരവും അടിസ്ഥാനരഹിതവുമാണെന്ന് വിശേഷിപ്പിച്ചു. കൂടാതെ അവരുടെ ആഭ്യന്തര സുരക്ഷാ പോരായ്മകളുടെ ഉത്തരവാദിത്തം പാകിസ്ഥാൻ ഉദ്യോഗസ്ഥരോട് ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടുവെന്നും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.